ഹായ് ഗൈസ്, നമസ്കാരം. പൊറോട്ട, അപ്പം, പൂരി ഇവയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന നല്ല തിക്ക് ഗ്രേവിയുള്ള അധികം എരിവൊന്നും ഇല്ലാത്തൊരു മുട്ടക്കറി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു മൈ ചാനൽ അബിബി അച്ചു ഹോം. ഒരു പാത്രത്തിലേക്ക് ഞാൻ സവാള ഒരെണ്ണം ക്യൂബ്സായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് വഴറ്റുന്നില്ല, അധികം വഴറ്റിയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഇത് വേവിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതാദ്യം ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിള വരുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനായിട്ട്, അതിൻ്റെ ഗ്രേവി പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമ്മിയതും ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുത്ത് വെക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടി കഴിയുമ്പോൾ വലിയ വെച്ച പീസൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ ഇരുത്ത പാത്രത്തിൽ അല്പം തേങ്ങയുടെ പേസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ അതിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 3 മിനിറ്റോളം തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. തിള വരുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 3 മിനിറ്റോളം തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പൊട്ടറ്റോയിലൊക്കെ പിടിക്കത്തക്ക രീതിയിൽ വേവിച്ചെടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 5 മുട്ടയാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത്. ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട 2ആയിട്ടൊന്ന് കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർത്ത് കൊടുത്താൽ മുട്ടയിലേക്ക് പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിക്ക്. അതും മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഒത്തിരി ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കിയാൽ മാത്രം മതി. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 2 മിനിറ്റോളം ഒന്നും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് താളിക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് താളിക്കാനായിട്ട് നമ്മുടെ മുട്ടക്കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. മറ്റ് സാധാരണ റിഫൈൻ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ലതായ ഒരു ടേസ്റ്റ് കിട്ടും. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.